നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഇപോസ് മെഷീന്റെ സർവർ തകരാറിലായതോടെ സംസ്ഥാനത്ത് ഇന്നും റേഷൻ വിതരണം മുടങ്ങി. ഇതോടെ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള കാലാവധി ഏപ്രിൽ 6 വരെ നീട്ടി നൽകി. തളിക്കുളത്ത് നിയന്ത്രണം വിട്ട കാർ ഓട്ടോയിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ഓട്ടോ ഡ്രൈവറായ തളിക്കുളം ത്രിവേണി ഇത്തിക്കാട്ട് വിശ്വംഭരന്റെ മകൻ രതീഷാണ് മരിച്ചത്. ഞാറക്കലിൽ പോലീസിന്റെ വൻ മദ്യവേട്ട. വളപ്പ് കളരിക്കൽ വിബീഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 85 കുപ്പി മദ്യം പിടികൂടി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്നും റേഷൻ വിതരണം മുടങ്ങിയതോടെ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള കാലാവധി നീട്ടി. ഏപ്രിൽ 6 വരെയാണ് തീയതി നീട്ടി നൽകിയിരിക്കുന്നത്. ഇപോസ് മെഷീന്റെ സർവർ തകരാറിലായതോടെയാണ് ഇന്നും റേഷൻ വിതരണം തടസ്സപ്പെട്ടത്. രാവിലെ 10 മണി മുതൽ റേഷൻ കടകളിലെത്തിയ ആളുകൾ അരി വാങ്ങാൻ കഴിയാതെ മടങ്ങിപ്പോയി. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് റേഷൻ കടകളിൽ അരി എത്തിയത്. വ്യാഴം, വെള്ളി ദിവസങ്ങൾ അവധിയായിരുന്നു. ഇന്ന് ആളുകൾ കൂട്ടത്തോടെ എത്തിയതാണ് സർവർ തകരാറിലാകാൻ കാരണം. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയെന്നാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വിശദീകരണം. റേഷൻ മസ്റ്ററിംഗിലെ പ്രതിസന്ധിയും സർവർ തകരാറും പരിഹരിക്കാൻ പുതിയ സർവർ വാങ്ങാനുള്ള തീരുമാനം നേരത്തെ വന്നതാണ്. നിലവിലുള്ള സർവറിന് പുറമെ അധിക സർവർ സജ്ജീകരിക്കാനാണ് ഭക്ഷ്യവകുപ്പ് ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. തളിക്കുളത്ത് നിയന്ത്രണം വിട്ട കാർ ഓട്ടോയിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ഓട്ടോ ഡ്രൈവറായ തളിക്കുളം ത്രിവേണി ഇത്തിക്കാട്ട് വിശ്വംഭരന്റെ മകൻ രതീഷാണ് മരിച്ചത്. കാർ യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 തളിക്കുളം ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപത്താണ് അപകടം നടന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് മടങ്ങിയിരുന്നവർ സഞ്ചരിച്ച കാർ വലതുവശത്തേക്ക് തിരിഞ്ഞ റോഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോയിലും വൈദ്യുതി പോസ്റ്റിലും ഇടിക്കുകയായിരുന്നു. പോസ്റ്റൊടിഞ്ഞ് രതീഷിന്റെ ശരീരത്തിൽ പതിച്ചാണ് മരണം സംഭവിച്ചത്. നാട്ടുകാർ അരമണിക്കൂറോളം ശ്രമിച്ചാണ് രതീഷിനെ പോസ്റ്റിനടിയിൽ നിന്ന് പുറത്തെടുത്തത്. തുടർന്ന് തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അതിനു മുന്നേ മരണം സംഭവിച്ചു. ഞാറക്കലിൽ പോലീസിന്റെ വൻ മദ്യവേട്ട. വളപ്പ് കളരിക്കൽ വിബീഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 85 കുപ്പി മദ്യമാണ് പിടികൂടിയത്. 1/2 ലിറ്റർ കുപ്പികളിലായി നിറച്ചുവച്ചിരുന്ന മദ്യമാണ് പോലീസ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി NS സലീഷിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മ, നിജോഷ് എന്നിവരാണ് പിടിയിലായത്. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ ഭാരതീയ നാട്യകലകളിൽ അവതരിപ്പിക്കുന്ന എന്റെ ഗുരു പദ്ധതിയുടെ ഭാഗമായി ദൈവദശകം കൂട്ടായ്മ മുദ്രോത്സവം മേഖലാ ക്യാമ്പ് നടത്തി. കോട്ടപ്പുറം വികാസ് ആർബർ ടൈൽ അനിമേഷൻ സെന്ററിൽ വിശ്വമാനവിക സന്ദേശങ്ങൾ നൽകുന്ന ഗുരുദേവ കൃതികൾ അരങ്ങിലെത്തിച്ചു. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകിയും കലാമണ്ഡലം ഭരണസമിതി അംഗവുമായ ഡോക്ടർ നീന പ്രസാദ് മോഹിനിയാട്ടത്തിലും പ്രശസ്ത ഭരതനാട്യ നർത്തകി പ്രിയദർശിനി ഗോവിന്ദും ക്ലാസ് എടുത്തു. നർത്തകിയും നടിയുമായ നവ്യ നായർ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഗുരു മുംബൈ ചെയർപേഴ്സൺ കലാമണ്ഡലം രാജലക്ഷ്മി ദൈവദശകം നൃത്താവിഷ്കാരം അവതരിപ്പിച്ചു. എന്റെ ഗുരു കോഴിക്കോട് ചെയർപേഴ്സൺ ഗായത്രി കലാക്ഷേത്ര ഭരതനാട്യ കീർത്തനം അവതരിപ്പിച്ചു. ദൈവദശകം 100 ലോകഭാഷകളിൽ മൊഴിമാറ്റി ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് എന്റെ ഗുരു പദ്ധതി. ഗുരുധ്യാനം, ഗുരുസന്ദേശം, ദൈവദശകം, കുണ്ടലിനിപ്പാട്ട്, ജനനി നവരത്നമഞ്ജരി, പിണ്ടനദി, അനുകമ്പാദശകം, ശിവപ്രസാദ പഞ്ചകം, ജാതി നിർണയം, ജാതി ലക്ഷണം എന്നീ കൃതികളാണ് അരങ്ങിൽ എത്തുന്നത്. പാലക്കാട് ധർമ്മപ്രബോധനം ട്രസ്റ്റിന്റെ ഗുരുദക്ഷിണ 2024 പുരസ്കാരം നേടിയ വി ചന്ദ്രനെ ദൈവദശകം കൂട്ടായ്മ അനുമോദിച്ചു. ദൈവദശകം കൂട്ടായ്മ ചെയർമാൻ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. VM ജോണി, കലാമണ്ഡലം മാധുരി, പ്രിയ കലാമണ്ഡലം, ജോസ് കുരിശിങ്കൽ, നജീബ് P മുഹമ്മദ്, വിനീത കലാക്ഷേത്ര എന്നിവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടാൻ സാധ്യത. 9 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. കൊല്ലം, തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂട് ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയിരുന്നു. 40 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. 2019 ശേഷം ആദ്യമായാണ് മാർച്ച് മാസത്തിൽ 40 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തുന്നത്. അതേസമയം കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് ഉണ്ട്.
സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഇന്നലെ ആദ്യമായി 1,00,000-ന് മുകളിലെത്തിയ സ്വർണത്തിന്റെ കുതിപ്പിലാണ് ഇന്ന് നേരിയ ആശ്വാസമുണ്ടായിരിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ എത്തുന്നതാണ് വില ഉയരാൻ കാരണമെന്ന് വിപണി വിദഗ്ധർ പറയുന്നു. പവന് 200 രൂപയാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത്. 1 ഗ്രാം സ്വർണത്തിന് 25 രൂപയും കുറഞ്ഞു. ഇതോടെ 1 പവൻ സ്വർണത്തിന് 50,200 രൂപയും 1 ഗ്രാമിന് 6,275 രൂപയുമായി. ഇന്നലെ പവന് 50,400 ആയിരുന്നു വില. ഗ്രാമിന് 130 രൂപയാണ് ഇന്നലെ വർദ്ധിച്ചത്. 6,300 രൂപയായിരുന്നു 1 ഗ്രാം സ്വർണത്തിന്റെ വില. രാജ്യാന്തര വിപണിയിലെ വില വർധനവാണ് കേരളത്തിലും വില കൂടാൻ കാരണം. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ എത്തുന്നതാണ് വില ഉയരാൻ കാരണമെന്ന് വിപണി വിദഗ്ധർ പറയുന്നു. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 46,320 രൂപയായിരുന്നു സ്വർണ്ണവില. 3 ആഴ്ചയ്ക്കിടെ 3,000 രൂപയിലധികം വർദ്ധിച്ച് 21-ന് 49,440 രൂപയായി ഉയർന്ന റെക്കോർഡിട്ടതാണ് ഇതിനു മുൻപത്തെ ഉയർന്ന വില. തുടർന്നുള്ള ദിവസങ്ങളിൽ വില താഴ്ന്ന് 49,000-ൽ താഴെ എത്തിയ ശേഷം വീണ്ടും ഉയരുന്ന കാഴ്ചയാണ് കണ്ടത്. ബിസിനസ് ഡെസ്ക്, മീഡിയ ടൈം. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ഇപോസ് മെഷീന്റെ സർവർ തകരാറിലായതോടെ സംസ്ഥാനത്ത് ഇന്നും റേഷൻ വിതരണം മുടങ്ങി. ഇതോടെ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള കാലാവധി ഏപ്രിൽ 6 വരെ നീട്ടി നൽകി. തളിക്കുളത്ത് നിയന്ത്രണം വിട്ട കാർ ഓട്ടോയിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ഓട്ടോ ഡ്രൈവറായ തളിക്കുളം ത്രിവേണി ഇത്തിക്കാട്ട് വിശ്വംഭരന്റെ മകൻ രതീഷാണ് മരിച്ചത്. ഞാറക്കലിൽ പോലീസിന്റെ വൻ മദ്യവേട്ട. വളപ്പ് കളരിക്കൽ വിബീഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 85 കുപ്പി മദ്യം പിടികൂടി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.